നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ യാത്രക്കാരെ ഇറക്കുന്നതിനിടെ സ്വകാര്യ ബസ്സിൽ ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ച് അപകടം. വിദ്യാർത്ഥിനിക്ക് പരിക്ക്. വ്യാഴാഴ്ച രാവിലെയായിരുന്നു അപകടം. വ്യാഴാഴ്ച രാവിലെയാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷന് സമീപത്തായി അപകടമുണ്ടായത്. സ്വകാര്യ ബസ് യാത്രക്കാരെ ഇറക്കുന്നതിനായി നിർത്തുന്നതിനിടെയാണ് പിറകിൽ വന്ന ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ചത്. ഈ സമയം ബസ്സിൽ നിന്നും ഇറങ്ങിവരുന്ന വിദ്യാർത്ഥിനിയെയും ഗുഡ്സ് ഓട്ടോ ഇടിക്കുകയായിരുന്നു. പരിക്കുപറ്റിയ വിദ്യാർത്ഥിനിയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ഫുട്പാത്തിലൂടെ സഞ്ചരിച്ചാണ് ബസിന്റെ ഇടതുഭാഗത്തെ മുൻവശത്തെ വാതിലിൽ ഇടിച്ചത്. ഈ സമയം ബസ്സിൽ നിന്നും ഇറങ്ങുമായിരുന്ന വിദ്യാർത്ഥിനിക്കും അപകടത്തിൽ പരിക്കേറ്റു. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അത് വണ്ടി തെറ്റി ആളിറങ്ങിയായിരുന്നു. ആളിറങ്ങുമ്പോൾ ഓട്ടോറിക്ഷ കൂടെ കയറി വന്നതാണ്. അവന് ചവിട്ടിയിട്ട് കിട്ടിയില്ല. പക്ഷെ അവർ ഉറങ്ങിയാന്നാ തോന്നുന്നത്. പാലക്കാട് നിന്ന് വരുന്ന വണ്ടിയാണ്. രാത്രി പോയിട്ടേ രാവിലേക്ക് സാധനത്ത് വരില്ല. ഇപ്പോൾ ഉറങ്ങിയതാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് കഴിച്ചപ്പോൾ കണ്ടപ്പോഴേ അല്ലെങ്കിൽ അങ്ങാടിയുടെ ഉള്ളിൽ കൂടെ അല്ലേ പോയി വരുന്നത്. നമ്മളത്ര സ്ലോ നിർത്തി ആളിറങ്ങി. രണ്ട് കുട്ടികളിറങ്ങി തേക്കണത്. വേറൊരു കുട്ടിയില്ലാതെ രണ്ട് കുട്ടികൾ കയറും ചെയ്തു. ആ കയറുന്ന കുട്ടികളെ അതിൽ കൊടുക്കേണ്ടതാണ്. അതിൽ വേറെ കുട്ടി ചെറുതാണെന്ന് കയറിയാണ് അത് ഇറങ്ങിയത്. അതിന് ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതിനെ ആശുപത്രിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്താ അറിയാൻ വേണ്ടി നിർത്തിക്കുക. കാരാട്ടുകുറിസിന്റെ പട്ടാമ്പി ശാഖയിൽ പോലീസ് പരിശോധന. പണവുമായി മുങ്ങിയ ഉടമകളെ ഉടൻ പിടികൂടണമെന്ന ആവശ്യവുമായി ഇടപാടുകാർ പട്ടാമ്പി ശാഖയ്ക്ക് മുന്നിലെത്തി. മലപ്പുറം കൂരിയാട് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കാരാട്ടുകുറിസിന്റെ ഉടമകൾ കോടികളുമായി മുങ്ങിയതായുള്ള പരാതികളുമായി ഇടപാടുകാർ നേരത്തെ രംഗത്തെത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവിധ ജില്ലകളിലെ 14 ശാഖകളിൽ നിന്നുള്ള തുകയുമായാണ് ഉടമകൾ മുങ്ങിയതെന്നാണ് ഇടപാടുകാരുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലും പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പട്ടാമ്പി സിവിൽ സ്റ്റേഷൻ റോഡിൽ പ്രവർത്തിച്ചിരുന്ന കാരാട്ടുകുറിസിന്റെ ശാഖയിൽ പരിശോധന നടത്തിയത്. പട്ടാമ്പി SI മണികണ്ഠൻ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സംഭവം അറിഞ്ഞ് ഇടപാടുകാരും സ്ഥലത്തെത്തിയിരുന്നു. പട്ടാമ്പി തൃത്താല മേഖലകളിൽ നിന്നുമുള്ള ആളുകളുടെയും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉടമകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഇടപാടുകാരുടെ ആവശ്യം. കാരാട്ടുകുറിയുടെ പൈസയുടെ ഇവിടെ എന്തോ ഒരു മറ്റേ റെയ്ഡ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ വന്നതാണ്. ഇതിൽ ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ പൈസ ഇതിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇവർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പ്രതികളെ പിടികൂടാൻ പറ്റിയിട്ടില്ല. ഏകദേശം ശ്രീജിത്ത് എന്നുള്ള ഒരാളെ മാത്രമേ പിടികൂടിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങളിതിൽ ഇപ്പോൾ 5 ലക്ഷം വരെ നിക്ഷേപിച്ചും 13 ലക്ഷം 5 ലക്ഷം അതിപ്പോൾ ഒരുപാട് കൂടുതൽ പൈസകളൊക്കെ അതിൽ കൂടുതൽ പൈസകളൊക്കെ നിക്ഷേപിച്ച ആൾക്കാർ ഈ കുറിയിലുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളെ പൈസ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടണം. അതിനു വേണ്ടിയുള്ള ഏത് അറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചാലിശ്ശേരി 9-ാം വാർഡിൽ BJP പ്രവർത്തക യോഗം ചേർന്നു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി P. വേണുഗോപാൽ പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്തു. 9-ാം വാർഡിൽ കോൺഗ്രസ് നടത്തിയ അഴിമതികൾക്കുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. BJP കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട്, ജനറൽ സെക്രട്ടറിമാരായ രതീഷ് EK, നാരായണൻകുട്ടി, ഹരിഗോവിന്ദൻ, K. ശിവശങ്കരൻ, ഭജേഷ്, മോഹനൻ, ശ്രീധരൻ, സ്ഥാനാർത്ഥി ഷിബിനി അജിത് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കലാപ്രതിഭകളുടെ മത്സരങ്ങളിൽ ആരോഗ്യകരമായ വാശി ഉണ്ടാകണമെന്ന് AC മൊയ്തീൻ MLA. കുന്നംകുളം ആതിഥേയത്വം വഹിക്കുന്ന 35ാമത് തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. മത്സരങ്ങൾ കുട്ടികൾ തമ്മിൽ മാത്രമേ പാടുള്ളൂ. എന്നാൽ പലപ്പോഴും പുറത്തുനിന്നുള്ളവരുടെ ഇടപെടൽ കുട്ടികളുടെ പ്രകടനങ്ങളെ സാരമായി ബാധിക്കുകയാണ്. മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സ് ഇത്തരം ഇടപെടലുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് കൈമോശം വരികയുമാണ്. മനോഹരമായാണ് കുന്നംകുളത്ത് കലോത്സവം സംഘടിപ്പിക്കുന്നത്. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് കലോത്സവം നടത്തുന്നത്. ഡ്യൂപ്ലിക്കേറ്റല്ല, ഇത് ഒറിജിനൽ കുന്നംകുളമാണ് എന്ന് തെളിയിക്കുന്നതാണ് കലോത്സവത്തിന്റെ സംഘാടനമെന്നും MLA കൂട്ടിച്ചേർത്തു. സ്കൂൾ വിദ്യാർത്ഥി തലങ്ങളിലുള്ള ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളുടെ ഉത്സവമായി ഇതിനെ കാണാൻ വേണ്ടിയുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാകണം. ഇതൊരു മത്സരമായി കാണുമ്പോഴാണ് ഈ മത്സരത്തിൽ എൻ്റെ സ്കൂളിനെ, എൻ്റെ സബ് ജില്ലയെ, എൻ്റെ മകനെ, എൻ്റെ മകളെ ഒന്നാമതെത്തിക്കണം എന്ന് പറയുന്ന വാശി ഉണ്ടാവുന്നു. വാശി നല്ലതാണ്, ആരോഗ്യകരമായ വാശിയാണ്. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ശേഷിയുള്ളവരാണ്. അധ്യാപകരുടെയും അല്ലെങ്കിൽ രക്ഷിതാക്കളുടെയും മത്സരമാക്കാതെ ഇതിനെ കുഞ്ഞുങ്ങളുടെ ഉത്സവമാക്കി മാറ്റാൻ കഴിയുന്ന സ്ഥിതിയിൽ ഈ മത്സരം ഇവിടെ മാറണം എന്ന് എല്ലാവരോടും ഹൃദയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുക.
കുന്നംകുളം ടൗൺ ഹാളിൽ സജ്ജമാക്കിയ വേദി 1 നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ ഒരു അവസരത്തിൽ എനിക്ക് 1-2 കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം ഇതിന് പിന്നിൽ നിങ്ങളുടെ ഒരുപാട് പ്രയത്നങ്ങളുണ്ടാവും. കുട്ടികളുടെയും പാരൻസിൻ്റെയും ടീച്ചേഴ്സും ഒരുപാട് ക്ലാസ്സസ് വരെ നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും ഇതിനായിട്ടുള്ള പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങളെപ്പോഴും നിങ്ങൾ എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ടോ അത് മാക്സിമം പെർഫോം ചെയ്യാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ പെർഫോമൻസ് പരമാവധി ആവുക. അക്കാഡമിക്സിന് പുറമെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നത്. ഈ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ കൂടെ തന്നെ ഒരു കോമ്പറ്റീഷൻ ആ ഒരു രീതിക്കല്ലാതെ എന്തായാലും അതുണ്ട്, ഇതിൽ കൂടെ തന്നെ അതിൻ്റെ രീതിക്ക് തന്നെ ഇത് എടുക്കണമെന്നുള്ളത് ആണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് കലോത്സവ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, ജനപ്രതിനിധികൾ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, സംഘാടക സമിതി ഭാരവാഹികൾ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കലോത്സവ വേദിയിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി കൊടി ഉയർത്തി. കലോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കിയ മലപ്പുറം സ്വദേശി അസ്ലം തിരൂരിന് MLA ഉപഹാരം സമ്മാനിച്ചു. കവി രുദ്രൻ വാര്യത്ത് രചന നടത്തി. സുന്ദർ പുന്നിയൂർക്കുളം സംഗീതമൊരുക്കി ചിട്ടപ്പെടുത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീത അധ്യാപകർ ആലപിച്ച സ്വാഗത ഗാനത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. ടീം CCTV. 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് തുടക്കം കുറിച്ചത് അതിമനോഹരമായ സ്വാഗത ഗാനത്തിലൂടെ. കുന്നംകുളത്തിന്റെ പ്രൗഢമായ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വരികളിലൂടെയാണ് കലോത്സവ വേദിയിലേക്ക് മത്സരാർത്ഥികളെയും മറ്റുള്ളവരെയും സ്വാഗതം ചെയ്തത്. പൊന്നാനി സ്വദേശിയും കവിയും ഗാനരചയിതാവുമായ രുദ്രൻ വാര്യത്തിന്റെ തൂലികത്തുമ്പിൽ നിന്നും പിറവിയെടുത്ത വരികളിൽ ശുദ്ധ സംഗീതത്തിന്റെ മേമ്പൊടി ചാലിച്ചാണ് സംഗീത സംവിധായകൻ സുന്ദർ പുന്നിയൂർക്കുളം സ്വാഗതഗാനം ഒരുക്കിയത്. സ്വാഗതമേകുന്നു സുന്ദരമീ കുന്നംകുളത്തിന്റെ മണ്ണിലേക്ക്, സൗകുമാര്യത്തിന്റെ മുകുളങ്ങളെ സ്നേഹമായി സ്വാഗതം സ്വാഗതം എന്ന വരികളിലൂടെയാണ് സ്വാഗതഗാനം ആരംഭിക്കുന്നത്. നിരവധി വർഷങ്ങളായി ഈ രംഗത്തുള്ള രുദ്രൻ വാര്യത്ത് നിരവധിയായ ഗാനങ്ങളും കവിതകളും എഴുതി തന്റെ പ്രതിഭ തെളിയിച്ച കലാകാരനാണ്. രുദ്രൻ വാര്യത്തിന്റെ വരികൾക്ക് അനുയോജ്യമായ ഈണങ്ങൾ നൽകി സുന്ദർ പുന്നിയൂർക്കുളം ഗാനത്തെ മികവുറ്റ രീതിയിലേക്ക് എത്തിക്കുകയായിരുന്നു. 35ാമത് ജില്ലാ കലോത്സവത്തിൻ്റെ സ്വാഗതഗാനം രചിക്കുകയും അതിനെ ഈണം നൽകുകയും ചെയ്ത 2 പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇവരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഈ ഗാനം രചിച്ചത് പൊന്നാനി സ്വദേശിയായിട്ടുള്ള രുദ്രൻ വാര്യത്താണ്. സർ, അജിത ടീച്ചറാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ സ്വാഗതഗാനം എഴുതണമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ സമീപിച്ചു. എല്ലാവരും കൂടിയിട്ട് അത് വളരെ ഭംഗിയായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നൽകുന്നു. ഇതിൻ്റെ ആശയം എങ്ങനെയൊക്കെയാണ് അത് കിട്ടുന്നത്? നമ്മളിപ്പോൾ ഓരോ പ്രദേശത്തും വെച്ച് നടത്തുമ്പോൾ ആ പ്രദേശത്തെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കും, എന്നിട്ടാണ് നമ്മൾ ഈ ഇത് എഴുതുന്നത്. ഈ മനോഹരമായ ഗാനത്തിൻ്റെ ഈണം നൽകിയിട്ടുള്ളത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള സുന്ദർ പുന്നിയൂർക്കുളമാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇതിനെ ഒരു ഈണം നൽകുമ്പോൾ സുന്ദരേട്ടൻ എങ്ങനെയായിരുന്നു അതിൻ്റെ ഇത് നമ്മൾ സാറ് പറഞ്ഞ പോലെ നമ്മൾ വരികൾ ഒരു 3-4-5 പ്രാവശ്യം വായിച്ചു നോക്കും. നമുക്ക് അതിലേക്ക് ആപ്റ്റാവുന്ന കുറേ നമ്മൾ പരീക്ഷിച്ച് നോക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈണം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഇഷ്ടപ്പെടണം. നമുക്ക് ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ആ തരത്തിലേക്ക് പല രാഗങ്ങൾ നമ്മൾ പരീക്ഷിച്ച് നോക്കും. പിന്നെ അതിന് തുടർച്ചയായി പിന്നെ അറിയാതെ നമ്മൾ അതിലേക്കാണ് വന്നു ചേരും. എന്തായാലും ഒരു മനോഹരമായ ഗാനത്തിൻ്റെ പിറവിക്ക് പിന്നിലുള്ള 2 മഹത് വ്യക്തിത്വങ്ങളാണ് ഇരുവരും. തുടർന്നുള്ള കലോത്സവങ്ങളിലും അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയിലും മറ്റു മേഖലകളിലും ഇവരുടെ സൃഷ്ടികൾ കൂടുതൽ പിറവിയെടുക്കട്ടെ, കൂടുതൽ സംഗീത മേഖലയിലും രചനാ മേഖലയിലും കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഗാനത്തിന്റെ പല്ലവിയും അനുപല്ലവിയും ശുദ്ധ സാവേരി രാഗത്തിലും, ആദ്യ ചരണം ബിലഹരി രാഗത്തിലും, അവസാന ചരണം വല്ലച്ചി രാഗത്തിലുമായാണ് സുന്ദർ പുന്നിയൂർക്കുളം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. റവന്യൂ ജില്ലയിലെ വിവിധ ഉപജില്ലകളിൽ നിന്നുള്ള
42 സംഗീത അധ്യാപകരാണ് ശ്രുതിലയ മധുരമായി ഗാനാലാപനം നടത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത കാണികൾ നിറഞ്ഞ കയ്യടികളോടെയാണ് സ്വാഗതഗാനത്തെ വരവേറ്റത്. ടീം CCTV. കുട്ടനാട് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഭിന്നശേഷി ദിനാചരണം കവിയും സംവിധായകനുമായ രാജീവ് പിള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. ഷാജി ആമയൂർ അധ്യക്ഷനായി. കാലുകൾ കൊണ്ടും ചിത്രരചന നിർവഹിക്കുന്ന പ്രശസ്ത ചിത്രകാരി സ്വപ്ന അഗസ്റ്റിൻ വിശിഷ്ടാതിഥിയായിരുന്നു. മണികണ്ഠൻ പെരിങ്ങോട്, ബാലു നാഗലശ്ശേരി, അനിൽ ആറങ്ങോട്ടുകര എന്നിവർ അവതരിപ്പിച്ച ഇടയ്ക്ക ഫ്യൂഷൻ പരിപാടി അവതരിപ്പിച്ചു. ചിത്രകാരി സ്വപ്നയ്ക്ക് അർച്ചിത്തും ഹസ്നയും സഹയാത്രയുടെ ഉപഹാരങ്ങൾ നൽകി. കലാകാരന്മാരെ സഹയാത്രാ ചെയർമാൻ പ്രേമരാജൻ, വാസുദേവൻ തായാട്ടിൽ സേതു എന്നിവർ ആദരിച്ചു. തുടർന്ന് സിജോ പോൾ തൃശൂർ, ചാൾസ് കുന്നംകുളം എന്നിവരുടെ കരോക്കെ ഗാനമേളയും ഉണ്ടായി. സൊസൈറ്റി ചെയർമാൻ VV ബാലകൃഷ്ണൻ, ഫാഷിയ, ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ഭരണസമിതി അംഗം KNDG സ്വാഗതവും സുലൈഖ പറക്കാട് നന്ദിയും പറഞ്ഞു. ആവശ്യം പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷത്തോടുകൂടി ബാലേട്ടൻ 20 സെന്റ് സ്ഥലം സഹയാത്രയ്ക്ക് നൽകി. ആ 20 സെന്റ് സ്ഥലത്ത് ഈ ജനപിന്തുണയോടുകൂടി തന്നെ വലിയൊരു ഡേ കെയർ ഹാളും സ്പീച്ച് തെറാപ്പി സെന്ററും തുന്നൽ പരിശീലനത്തിന് ക്ലാസ്സുകൾ, ഒട്ടുമിക്ക കാര്യങ്ങൾ ചെയ്യാനുള്ള വിശാലമായൊരു സ്വപ്നഭവനം തന്നെയാണ് അവിടെ പണി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കൈയില്ലെങ്കിലും പക്ഷെ ഇപ്പം എനിക്ക് ഒത്തിരി കൈകൾ എൻ്റെ പുറകിലുണ്ട്. എനിക്കൊരു അതിൽ ഇപ്പം എനിക്കൊരു സന്തോഷം. എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ഹാപ്പിയായിട്ടാണ് ഇരിക്കുന്നത്. തൃശൂർ പൊന്നാനി കോൾ മേഖലയിൽ നിരവധി പ്രദേശങ്ങളിൽ നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തര നഷ്ടപരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന് കർഷക സംഘം ആവശ്യപ്പെട്ടു. കനത്ത മഴയിൽ പോർക്കുളം പഞ്ചായത്തിലെ കോൾ മേഖലയിൽ ഉൾപ്പെട്ട 45 ഏക്കറോളം നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി. 2 ദിവസം മുമ്പ് ഞാറുനടിയിൽ പൂർത്തിയാക്കിയ പാടങ്ങളാണ് വെള്ളത്തിൽ മുങ്ങിയത്. മഴയെ തുടർന്ന് പാടത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ, കൃഷി ഓഫീസർ പ്രശാന്ത് അരവിന്ദ്കുമാർ എന്നിവർ സ്ഥലത്തെത്തി കർഷക സംഘം ഭാരവാഹികളുമായി സംസാരിച്ചു. കർഷകർക്ക് കേന്ദ്ര സംസ്ഥാന വിള ഇൻഷുറൻസ് ലഭിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കൃഷി ഓഫീസർ ഉറപ്പു നൽകി. കേടുവന്നുപോയ ഞാറിനു പകരം പുതിയ വിത്ത് നൽകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. മൈനർ ഇറിഗേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ BM കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു. വെട്ടിക്കടവ് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ 100 അടിത്തോട്ടിലേക്ക് അടിയന്തരമായി മോട്ടോറുകൾ സ്ഥാപിച്ച് വെള്ളം വറ്റിക്കാനുള്ള ശ്രമം തുടങ്ങി. പൊന്നം അരുവായി പാടശേഖരത്തിൽ നിന്നുള്ള വെള്ളം ഒഴിഞ്ഞുപോകാത്തത് കർഷകർക്ക് കനത്ത നഷ്ടമാണ് വരുത്തിയത്. കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, KM നാരായണൻ, VK ജയൻ, MT പോൾസൺ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സംഘം കർഷകരുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ജില്ലാതല സർഗോത്സവത്തിന് വാടാനാംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാതല വിദ്യാരംഗം സർഗോത്സവത്തിനാണ് വാടാനാംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായത്. 2 ദിവസങ്ങളിലായാണ് സർഗോത്സവം നടക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നമുക്കൊരു തുടക്കത്തിൽ തന്നെ ഒരു സംഗീതം, തുലാംഗ സംഗീതം കേട്ടു. നമ്മളൊക്കെ എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടി അത് വായിച്ചത്. അതൊക്കെ ഒരു കഴിവ് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരുപാട് വ്യത്യസ്തമായ കഴിവുകൾ, ഓരോ കുട്ടിക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണ് ഈശ്വരൻ തന്നെ അനുഗ്രഹിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും കഴിവുകളൊക്കെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സർഗോത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. നമുക്ക് പാഠപുസ്തകങ്ങളിൽ കവിതകളും കഥകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള സർഗോത്സവത്തിൽ കൂടിയാണ് കുട്ടികളിലുള്ള കലാവാസനയെ പുറത്തെടുക്കുന്നതും അതിലെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാനൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും ഇത്തരത്തിലുള്ള സർഗോത്സവ വേദികളിലാണ്. നമുക്കറിയാം, ഓരോ മനുഷ്യനും തന്നെ ഓരോ തരം കഴിവുകളാണുള്ളത്. നമുക്ക് ഇവിടെ നമ്മൾ എല്ലാ പരിപാടിയിലും പോകുമ്പോൾ വിളക്ക് കത്തിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അതൊക്കെ വ്യത്യസ്തമായി തന്നെ ഇതും ഒരു മനുഷ്യന്റെ കഴിവ് തന്നെയാണ് ഈ കാണിക്കുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ K ജയപ്രകാശ്, പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, AK മുഹമ്മദ് അലി, AEO BT ബിന്ദു, അജയ് ശങ്കർ, K അശോകൻ, KP റഫീഖ്, M ഗീത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 12 ഉപജില്ലകൾ, അട്ടപ്പാടി ഏരിയ എന്നിവിടങ്ങളിൽ നിന്നുമായി 370ഓളം വിദ്യാർത്ഥികളാണ് സർഗോത്സവത്തിൽ പങ്കെടുക്കുന്നത്. UP HS വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ. കഥ, കവിത, ചിത്രരചന, പുസ്തകാസ്വാദനം, നാടൻപാട്ട്, അഭിനയം, കാവ്യാലാപനം തുടങ്ങി 7 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ശനിയാഴ്ച മത്സരങ്ങൾ സമാപിക്കും. സമാപന സമ്മേളനം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും.
UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ഓരോ ഇനത്തിലും മികച്ച 2 പേരെ തിരഞ്ഞെടുത്ത് സംസ്ഥാന സർഗോത്സവത്തിൽ പങ്കെടുപ്പിക്കും. കല്യാണ കൃഷ്ണനും അമ്മയുണ്ടൽബുധം തുംഗസഹ്യഗിരി ശൃംഗങ്ങളെ മേഘദുന്ദുഭികളെ വിയർഗംഗയെ വിളിച്ച് സ്വച്ഛ ശാന്തമാ കല്ലുകള ചൊല്ലി മുഴുമിക്കാത്ത ചിന്തുകൾ പറയുന്നു. പട്ടാമ്പി BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി റാലി സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ പരിസരത്ത് നിന്നുമാണ് റാലി ആരംഭിച്ചത്. പട്ടാമ്പി BRCയുടെ നേതൃത്വത്തിലാണ് ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി വിളംബര റാലി നടത്തിയത്. പട്ടാമ്പി നഗരസഭാ കൗൺസിലർ സി സംഗീത വിളംബര റാലിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കേരള പാരാ ഒളിമ്പിക്സ് ജേതാവും +1 വിദ്യാർത്ഥിയുമായ ഉനൈസ് ദീപശിഖ ഏറ്റുവാങ്ങി. പട്ടാമ്പി ഹൈസ്കൂൾ പരിസരത്ത് നിന്നും BRC വരെയായിരുന്നു റാലി നടത്തിയത്. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ VP മനോജ്, സ്കൂൾ PTA പ്രസിഡന്റ് CA റാസി, പ്രിൻസിപ്പൽ K വിജയൻ, ഡെപ്യൂട്ടി HM നിർമ്മല, അധ്യാപകരായ റസാഖ്, സത്താർ, മനോഹരൻ, സുബീന, റഷീദാബി, റംല, റഷീദ്, മാജിദ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കേരള സംസ്ഥാനത്തെമ്പാടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതുപോലെയുള്ള പരിപാടികൾ നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പട്ടാമ്പി BRCയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് അവരെ പുറത്ത് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്നും അതോടൊപ്പം തന്നെ അവരെ പൊതുസമൂഹത്തിനോട് ചേർത്ത് നിർത്തേണ്ടവരാണ് എന്നുമുള്ള സന്ദേശം ഇതിലൂടെ പൊതുവായി നമ്മൾ നൽകുകയാണ്. എന്തായാലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭിന്നശേഷി ഒരു കുറവാണ് എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തപ്പെടുകയും അതോടൊപ്പം തന്നെ അകറ്റി നിർത്തപ്പെട്ടിരുന്നതുമായ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി അവരെ എല്ലാം തന്നെ ചേർത്ത് നിർത്തുകയും അവരുടെ മുഴുവൻ കഴിവുകളും അത് ഒരു സ്കൂളിനും അതോടൊപ്പം തന്നെ ഒരു ജില്ലക്കും ഒരു സംസ്ഥാനത്തിനും മാതൃകയാകുന്ന രീതിയിൽ അഭിനന്ദനാർഹമായ രീതിയിലുള്ള ഒരു വിജയമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് ഉനൈസ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഈ കലാലയത്തിന് നേടിത്തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള സന്ദേശം നൽകുന്ന എടപ്പലം PTM മെത്തിങ്ങാന ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ബാൻഡ് ടീം, പട്ടാമ്പി ഹൈസ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, PTA പ്രതിനിധികൾ, BRC പ്രതിനിധികൾ, BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് തുടങ്ങിയവർ റാലിയിൽ അണിനിരന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.